رحمي وشبقونه هب لي مركب شهرنا عيرو يثيق مقدمي ونهوت بالدم خنولي لحطي صوته وشنا وبعير ذي حوطينه طيب ضخم رد حاسي وبدم كوث حوطينه حنون خني وشوقه وبيد سيف വചനതീരത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്ന് പരക്കെ അറിയപ്പെടുന്ന വിശുദ്ധനായ മാർ അപ്രേം പിതാവിനെയാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. നീതിമാന്റെ ഓർമ്മ വാഴുവിനായി തീരട്ടെ. വിശുദ്ധ എഫ്രേം, അതായത് മാർ അപ്രേം എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നതെങ്കിൽ വിശുദ്ധ എഫ്രേം എന്ന ആണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. സിറിയക്കാരനായ സഭയുടെ പിതാവും ഡോക്ടറുമായ അദ്ദേഹം 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മെസോപ്പൊട്ടാമിയയിലെ പുരാതന നഗരമായ നിസിബിസിലാണ് ജനിച്ചത്. നിസിബിസ് മഹാനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴില് പേർഷ്യൻ രാജ്യത്തിന്റെ അതിർത്തിയോട് ചേർന്ന് കിടന്ന സ്ഥലമാണ്. ഒരു കാലത്ത് മെസോപ്പൊട്ടാമിയ സിറിയയുടെ തന്നെ ഭാഗമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം സിറിയൻ പിതാവ് എന്ന നിലയ്ക്കാണ് ഏറെ അറിയപ്പെടുന്നത്, ദി അപ്രേം ദ സിറിയൻ. നമ്മുടെ സഭ, യാക്കോബായ സഭ വലിയ നോമ്പിന്റെ ആദ്യ ശനിയാഴ്ച വിശുദ്ധ എഫ്രേമിനെ വിശുദ്ധ തിയോഡോറസിനോടൊപ്പം അനുസ്മരിക്കുന്നുണ്ട്. അതുപോലെ വിശുദ്ധ സഭയിലെ മറ്റ് വിശുദ്ധ പിതാക്കന്മാർക്കൊപ്പം 5-ാം ദുബ്ദനിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു എന്നത് സ്മരണീയമാണ്. മിലാൻ വിളംബരം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് AD 313 മിലാൻ വിളംബരം ഉണ്ടായത്. അതിനു മുമ്പ് തന്നെ ക്രിസ്ത്യൻ മാതാപിതാക്കളിൽ ജനിച്ച അദ്ദേഹം സഭയോടുള്ള ഇഷ്ടത്തിലും വിശ്വാസത്തിലും ജീവിച്ചു. എഡേസയിൽ അദ്ദേഹം വിദ്യാഭ്യാസം നേടി. നിസിബിസിലെ സഭാപിതാവായ ബിഷപ്പ് ജെയിംസിന്റെ മാർ യാക്കോബിന്റെ ശിഷ്യനായി തീർന്നു. അദ്ദേഹത്തിന്റെ വിനയം കാരണം ഒരു പുരോഹിതനാകാനുള്ള യോഗ്യത തനിക്കില്ലെന്ന നിലപാടിൽ അദ്ദേഹം ഒരു പുരോഹിതനാകാനായിട്ട് വിസമ്മതിച്ചു. ആയതിനാൽ ജീവിതകാലം മുഴുവൻ തന്നെ ഒരു ഡീക്കനായിട്ട് തുടർന്നു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരു സന്യാസിയായി. നിസിബിസിന്റെ പതനത്തിന് ശേഷം വിശുദ്ധ എഫ്രേം നഗരം വിട്ട് എഡേസയില് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അവിടെ അദ്ദേഹം തന്റെ അവസാന വർഷങ്ങളിൽ ഏകാന്തമായി ഒരു ഗുഹയിലാണ് താമസിച്ച് ധ്യാനിച്ചിരുന്നത്. AD 325 നടന്ന നിക്യ സുന്നഹദോസില് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ തർക്കങ്ങളിൽ യഥാർത്ഥ ദർശനം സംരക്ഷിക്കുന്നതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം. സിറിയൻ സഭകളിലെ ഏറ്റവും സ്വാധീനമുള്ള പിതാക്കന്മാരിൽ ഒരാളായി മാർ എഫ്രേം ഇപ്പോഴും ബഹുമാനിക്കപ്പെടുന്നു. സിറിയക്കാരുടെ സൂര്യൻ, സഭയുടെ സ്തംഭം എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളാല് അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്നു. അതുപോലെ തന്നെ മാർ എഫ്രേം ഒരു സമർത്ഥനായ എഴുത്തുകാരൻ കൂടിയായിരുന്നു. സഭയ്ക്ക് വേണ്ടി ധാരാളം പ്രസംഗങ്ങളും വ്യാഖ്യാനങ്ങളും സ്തുതിഗീതങ്ങളും നൽകി. വിശുദ്ധ ജെറോമിന്റെ അഭിപ്രായത്തില്, സഭാ ചരിത്രകാരനായ വിശുദ്ധ ജെറോം തന്റെ അഭിപ്രായത്തിൽ രേഖപ്പെടുത്തിയ എഡേസ സഭയുടെ ഡീക്കനായ അദ്ദേഹം സുറിയാനിയിൽ നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രചനകൾ വിശുദ്ധ തിരുവഴുത്തുകൾക്ക് ശേഷം ചില പള്ളികളിലെ പരസ്യമായിട്ട് വായിക്കപ്പെടുന്ന തരത്തിൽ തന്നെ പ്രശസ്തമായിരുന്നു. കാരണം ഏവങ്കേലിയൻ മാത്രമാണെന്ന് പള്ളിയില് വിശുദ്ധ കുർബാന മധ്യേ പ്രസ്താവിക്കാറുണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു വാല്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതൊരു വിവർത്തനം മാത്രമാണെങ്കിൽ കൂടി അതിൽ മോർ എഫ്രേം അതിന്റെ ഉദാത്തമായ പ്രതിഭയെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും വിധം മനോഹരമാണ്. ഈ വലിയ അളവിലുള്ള രചനകൾ കാരണമാണ് അദ്ദേഹത്തിന് സഭയുടെ സ്തംഭം എന്ന സ്ഥാനപ്പേര് ലഭിക്കാനായിട്ട് ഇടയായത്. അതുപോലെ വിശുദ്ധ എഫ്രേം ഒരു മികച്ച ഗാന രചയിതാവായിരുന്നു. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിന്റെ കിന്നരം, പരിശുദ്ധാത്മാവിന്റെ ഗീതം, സഭയുടെ അധ്യാപകൻ, സഭയുടെ ഡോക്ടർ എന്നെല്ലാം വിളിക്കപ്പെടുന്നു. ലോകത്തിലെ മിക്കവാറും എല്ലാ പുരാതന സഭകളും അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ട് കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ രചനകളുടെ സത്ത പല സഭകളുടെയും ആരാധനക്രമത്തിൽ കൂടി വിശ്വാസികളുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം ഒരു മഹാകവിയും പുരോഹിതന്മാരുടെ അധ്യാപകനുമായിരുന്നു. സുറിയാനി ഓർത്തഡോക്സ് കാനോനിക പ്രാർത്ഥനകളുടെ ഒരു പ്രധാന ഭാഗം അദ്ദേഹം എഴുതിയതിൽ നിന്നുമുള്ളതാണ്. പരിശുദ്ധ കന്യാമറിയാമത്തോടുള്ള സ്നേഹത്തിലും സ്തുതിയിലും അദ്ദേഹം എണ്ണമറ്റ സ്തുതിഗീതങ്ങളും പ്രാർത്ഥനാ ഗീതങ്ങളും എഴുതിയിട്ടുണ്ട്. വിശുദ്ധ എഫ്രേം ലോകത്തിന്റെ മുഴുവൻ അനുരഞ്ജനമേ വാഴ്ത്തുക എന്ന് പരിശുദ്ധ കന്യാമറിയാമിനെ വിശേഷിപ്പിച്ചുകൊണ്ട്
എഴുതിയിട്ടുള്ളത് പ്രത്യേകം സ്മരണീയമാണ്. എഫ്രൈം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവന്റെ മാതാപിതാക്കൾക്ക് ഒരു പ്രവചന സ്വപ്നം ഉണ്ടായിട്ടുള്ളതായിട്ട് ചില എഴുത്തുകളിൽ കാണുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ഈ കുട്ടിയുടെ നാവിൽ നിന്ന് ഒരു സമർത്ഥമായ മുന്തിരിവള്ളി മുളച്ച് അത് ധാരാളം മുന്തിരിക്കുലകൾ വിളഞ്ഞു. പക്ഷികൾ പഴങ്ങൾ കഴിക്കുന്തോറും അത് കൂടുതൽ പെരുകി. പിന്നീട് പക്ഷിക്കൂട്ടങ്ങൾ കൂട്ടത്തോടെ വന്ന് ഈ മുന്തിരി ഭക്ഷിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്ന ദർശനമായിരുന്നു അത്. അത് അനർത്ഥമാക്കുന്ന വിധത്തിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്തുതിഗീതങ്ങളും അത്രയേറെ ഗീതങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കർത്താവെ, എന്റെ യൗവനത്തിലെ പാപങ്ങൾ ഓർക്കരുത് എന്ന് ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സങ്കീർത്തനങ്ങൾ 25:7 ആ പ്രാർത്ഥന വിശുദ്ധ എഫ്രൈം എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. തന്റെ ചെറുപ്പകാല ജീവിതം നോക്കുമ്പോൾ അതിന്റെ ഭാവിയിലെ ഈ മഹത്വം എഫ്രൈമിന് ഒരിക്കലും ഊഹിക്കാൻ കഴിയുമായിരുന്നില്ല. എഫ്രൈമിന്റെ മാതാപിതാക്കൾ അവനെ ക്രിസ്തീയ പ്രമാണങ്ങൾ പഠിപ്പിച്ചും ആണ് വളർത്തിയതെങ്കിലും ഏറെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കിടുകയും മണ്ടത്തരമായിട്ട് പെരുമാറുകയും അതുപോലെ തന്നെ മോശം പ്രേരണകൾക്കും കാമ ചിന്തകൾക്കും വഴങ്ങുന്ന ഒരു ചെറുപ്പകാലമായിരുന്നു എഫ്രൈമിൻ്റെത്. എന്നാൽ ജീവിതം യാദൃശികമായി ദൈവത്തിന്റെ പരിപാലനം മൂലം ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ആ ദർശനം പോലെ തന്നെ അവൻ തന്റെ പരിവർത്തനത്തിന്റെ കഥ ഇങ്ങനെ വിവരിക്കുന്നതായിട്ട് ചില എഴുത്തുകളിൽ കാണുന്നുണ്ട്. ഒരു ദിവസം എഫ്രൈമിനെ മാതാപിതാക്കളെ പട്ടണത്തിന് പുറത്തേക്ക് അയച്ചു. പോകുന്ന വഴിയില് പുല്ല് തിന്നുകൊണ്ടിരുന്ന ഒരു ഗർഭിണിയായ പശുവിനെ കണ്ടു. എഫ്രൈം കല്ലുകൾ എടുത്ത് ആ പശുവിനെ എറിഞ്ഞു. അതിനെ കാട്ടിലേക്ക് ഓടിച്ചു കളഞ്ഞു. എന്നാൽ ആ കാട്ടിലെ വന്യമൃഗങ്ങൾ അതിനെ തിന്നുകളയുകയും ചെയ്തു. തിരികെ പോകുമ്പോൾ ആ പശുവിന്റെ ഉടമസ്ഥന്, പാവപ്പെട്ട ആ പശുവിന്റെ ഉടമയെ അദ്ദേഹം കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, വിവരങ്ങൾ അറിഞ്ഞതിന്റെ വെളിച്ചത്തിലായിരിക്കും, എന്റെ മകനെ, നീ എന്റെ പശുവിനെ ഓടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ എഫ്രൈം ആ പാവപ്പെട്ട മനുഷ്യനെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ എഫ്രൈമിന്റെ ആ യൗവനത്തിന്റെ ചൊറുക്ക് അവിടെ കാണിച്ചു എന്ന് കാണുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ചില ഇടയന്മാരോടൊപ്പം അരസമായി കഴിയുകയായിരുന്നു. വീട്ടിലേക്ക് മടങ്ങാൻ വൈകിയപ്പോൾ എഫ്രൈം ഈ ഇടയന്മാരോടൊപ്പം അവരുടെ ആലയത്തില് കഴിച്ചുകൂട്ടി. ആ രാത്രി ഇടയന്മാരുടെ ചില ആടുകൾ മോഷ്ടിക്കപ്പെട്ടു. ഇക്കാര്യം അറിഞ്ഞ ആ ഇടയന്മാര് ഈ എഫ്രൈമിനെ കള്ളന്മാരുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം ഉന്നയിച്ചു. ഒറ്റുകാരൻ എന്ന നിലയിൽ അവനെ ന്യായാധിപന്റെ മുമ്പിൽ കൊണ്ടുപോയി. അവർ അവനെ ജയിലിലടച്ചു. ഒരു സ്വപ്നത്തിൽ ആ സമയത്ത് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട എഫ്രൈമിന്, എന്തിനാണ് നീ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. ആ കുട്ടി തന്റെ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് അപ്പോൾ കരയാൻ തുടങ്ങിയതായിട്ട് ദർശനം കണ്ടു. അതെ, ദൂതൻ പറഞ്ഞു, നിങ്ങളുടെ മേൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഈ കുറ്റത്തിൽ നിങ്ങൾ നിരപരാധിയാണ്. പക്ഷേ ആ പാവപ്പെട്ട ആ പശുവിന്റെ ഉടമസ്ഥനെ നീ മറന്നുവോ? ആ പശുവിനെ ശല്യം ചെയ്ത് നീ മറന്നുവോ എന്ന് സ്വപ്നത്തില് ഒന്ന് കണ്ടു. സ്വപ്നത്തിൽ നിന്ന് ഉയർന്ന എഫ്രൈം ജയിലിലായിരിക്കുമ്പോൾ കുറ്റവാളികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ടത് ഓർമ്മിച്ചു. ഭയന്നു വിറച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ദൈവമേ, അത്തരം ഒരു ക്രൂരമായ പരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ താൻ ഒരു നിത്യ സന്യാസിയാകുമെന്ന് പ്രതിജ്ഞയെടുത്തു. എന്നാൽ ന്യായം വിധിക്കാന് എഫ്രൈമിനെ ജഡ്ജിയുടെ മുമ്പാകെ കൊണ്ടുവന്നപ്പോൾ ആ ജഡ്ജി ആ യുവാവിന്റെ കണ്ണുനീര് കണ്ടു എങ്കിലും അവനെ ഈ ശിക്ഷ വിധിക്കാനായിട്ട് റാക്കിൽ കിടക്കാനായിട്ട് ഉത്തരവിട്ടു. എന്നാൽ അപ്പോഴേക്കും ആ ഒരു ദാസൻ ജഡ്ജിയുടെ അടുത്ത് വന്ന് അത്താഴം തയ്യാറായിരിക്കുന്നു എന്ന് അറിയിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹം വളരെ നല്ലത്, മജിസ്ട്രേറ്റ് പറഞ്ഞു, ഞാൻ മറ്റൊരു ദിവസം ഈ ആൺകുട്ടിയെ പരിശോധിക്കാമെന്ന് പറഞ്ഞ് ജഡ്ജി അവനെ വീണ്ടും ജയിലിലേക്ക് തന്നെ തിരികെ വിട്ടു. റാക്കിൽ നിന്ന് ഉള്ള അടിയിൽ നിന്ന് തൽക്കാലം ഒഴിവായെങ്കിലും എഫ്രൈം ഒരു പാഠം പഠിച്ച് രാജാവായ ദാവീദിനെ പോലെ തന്റെ യുവത്വത്തിന്റെ മണ്ടത്തരം ക്ഷമിക്കണമെന്ന് കർത്താവിനോട് താഴ്മയായിട്ട് അപേക്ഷിച്ചു. തന്റെ നേർച്ചയ്ക്ക് അനുസൃതമായി എഫ്രൈം വലിയ ശിക്ഷകളൊന്നും കൂടാതെ ജയിലിൽ നിന്ന് മോചിതനാകാനായിട്ട് ഇടവന്നു. മോചിതനായ അദ്ദേഹം നേരെ പർവ്വതങ്ങളിൽ താമസിക്കുന്ന, അന്ന് സന്യാസിമാര് എപ്പോഴും ആ ഗുഹകളിൽ താമസിച്ച് ധ്യാനിക്കുന്ന പതിവ് ഇടയിലുണ്ടായിരുന്നു. അവരുടെ അടുക്കലേക്ക് പോയി അവിടെ അദ്ദേഹം പിന്നീട് നിസീബിസിലെ മഹാനായ ബിഷപ്പായി മാറിയ വിശുദ്ധ മാർ യാക്കോബിന്റെ ശിഷ്യനായി തീർന്നു. മാനസാന്തരത്തിൽ വീണ്ടും ജനിച്ച എഫ്രൈം സദ്ഗുണശീലങ്ങൾ പരിശീലിക്കാനായിട്ട് തുടങ്ങി. വിശുദ്ധ തിരുവെഴുത്തുകളുടെ പഠനത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും സ്വയം പരിശീലിച്ചു. വികാരാധീനതനും വഴിവെളിച്ചവനുമായ ആ യുവാവ് തന്റെ പാപങ്ങൾക്കായി രാവും പകലും കരയുകയും ദൈവത്തിന് പൂർണ്ണമായും
കീഴടങ്ങുകയും ചെയ്തു. ഒരു എളിമയുള്ള അനുദപിക്കുന്ന സന്യാസിയായി രൂപാന്തരപ്പെട്ടു. എഫ്രൈമിന്റെ ആത്മാർത്ഥമായ ദൃഢനിശ്ചയം കർത്താവിനെ പ്രസാദിപ്പിച്ചു. അവന് ജ്ഞാനദാനങ്ങൾ നൽകി. അവന്റെ വായിൽ നിന്ന് മധുരമുള്ള അരുവികൾ പോലെ പരിശുദ്ധാത്മാവിന്റെ കൃപയൊഴുകി. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്ന പേരിന് അദ്ദേഹം അർഹനായി തീർന്നല്ലോ. നിസീബിസിലെ വിശുദ്ധ ജെയിംസ് തന്റെ ശിഷ്യന് ദൈവം നൽകിയ ഈ കഴിവുകൾ തിരിച്ചറിഞ്ഞു. ഒരു ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹം എഫ്രൈമിനെ ദൈവവചനം പ്രസംഗിക്കുന്നതിനും സ്കൂളില് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും ദൈവവചനം പഠിപ്പിക്കുന്നതിനുമായിട്ട് നിയമിച്ചു. AD 325 അദ്ദേഹം എഫ്രൈമിനെ നിക്കയിലെ 1-ാം എക്യുമെനിക്കൽ കൗൺസിലിലേക്ക് കൊണ്ടുപോയി. അവിടെ മാർ എഫ്രൈം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ വലിയ സംരക്ഷകരിൽ ഒരാളായി തീർന്നു എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ. പിന്നീട് നിസീബിസിലേക്ക് മടങ്ങിയ എഫ്രൈം AD 363 പേർഷ്യക്കാർ നഗരം കീഴടക്കുകയും അതിലെ മിക്ക ക്രിസ്ത്യൻ നിവാസികളും അവിടെ നിന്ന് പലായനം ചെയ്ത് പോവുകയും ചെയ്യുന്നതുവരെ തന്റെ മിഷണറി പ്രവർത്തനം പ്രാർത്ഥനയോടെ തുടർന്നു. പിന്നീട് സന്യാസ ജീവിതം നയിക്കുന്ന അനേകരാൽ അഭിവൃദ്ധി പ്രാപിച്ച എഡേസ നഗരത്തിലേക്ക് പോകാനായിട്ട് എഫ്രൈം തീരുമാനിച്ചു. തന്റെ ആത്മീയ നേട്ടത്തിനായിട്ട് വിശുദ്ധ തിരുവെഴുത്തുകൾ തന്നോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു പുരുഷനെ കർത്താവെ അവിടെ എനിക്ക് അയച്ചു തരണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. നഗര കവാടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സ്ത്രീ എതിരെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ഏറെ നിരാശനായി. കാരണം ഒരു സ്ത്രീയാണോ തനിക്ക് ഈ തന്റെ കാര്യങ്ങളെ പറഞ്ഞു തരുവാനായിട്ട് എനിക്ക് എതിരെ കൊണ്ടുവന്നതെന്ന് അവൻ മാനസികമായിട്ട് ഓർത്ത് ദൈവത്തിലേക്ക് തിരിഞ്ഞു. കർത്താവെ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥന അവിടുന്ന് അവഗണിച്ചുവോ? ബൈബിൾ ജ്ഞാനത്തെ കുറിച്ച് ഇവൾക്ക് എന്ത് പറയാനാകും എന്ന് മനസ്സിൽ വിചാരിച്ചു. ആ സ്ത്രീ അവനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ സ്ത്രീ, നീ എന്തിനാണ് എന്നെ തുറച്ചു നോക്കുന്നതെന്ന് മാർ എഫ്രൈം ചോദിച്ചു. അതിന് മറുപടിയായിട്ട്, ഞാൻ നിന്നെ നോക്കും. അവൾ മറുപടി പറഞ്ഞു, കാരണം സ്ത്രീ പുരുഷനിൽ നിന്ന് എടുത്തതാണ്, പക്ഷേ നീ എന്നെയല്ല, നിന്നെ എടുത്ത ഭൂമിയിലേക്കാണ് നോക്കേണ്ടത്. ഈ സ്ത്രീയുടെ മറുപടിയിൽ എഫ്രൈം വളരെ അത്ഭുതപ്പെടുകയും ആത്മാവിന് ഗുണം ചെയ്യുന്ന ഒരു വലിയ പാഠമാണ് അവളിലൂടെ ദൈവം തനിക്ക് നൽകിയത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. എഡേസയിൽ എഫ്രൈം ഒരു എളിയ ജീവിതമാണ് നയിച്ചത്. അവിശ്വാസികളോട് ദൈവവചനം പ്രസംഗിക്കുന്നതിന് അദ്ദേഹം തന്റെ ഒഴിവു സമയം ഏറെ ഉപയോഗിച്ചു. എഫ്രൈമിന്റെ മാനസാന്തരത്തെ തുടർന്ന് പിശാച് പലവിധമായ രീതിയിൽ കർത്താവിനെ പരീക്ഷിച്ചതുപോലെ തന്നെ എഫ്രൈമിനെ പിടിക്കാനായിട്ട് തന്റെ കെണികൾ ഒരുക്കുന്നതിൽ ഏറെ ശ്രദ്ധിച്ചിരുന്നു. വിശുദ്ധന് ഒരിക്കൽ അത്താഴം ഒരുക്കുമ്പോൾ അടുത്തുള്ള ആ വാസസ്ഥലത്തിന്റെ ജനലയിലൂടെ നോക്കുന്ന ഒരു സ്ത്രീ അവനെ വശീകരിക്കാനായിട്ട് ആഗ്രഹിച്ച്, സാർ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അവനോട് നിലവിളിച്ച് പറഞ്ഞു. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് വിശുദ്ധൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്. അപ്പോൾ നിനക്ക് ഭക്ഷണത്തിന് എന്താണ് വേണ്ടതെന്ന് അവൾ തുടർന്ന് ചോദിച്ചു. അവളുടെ സംഭാഷണത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കിയ എഫ്രൈം അതിന് മറുപടിയായിട്ട് പറഞ്ഞു, എനിക്ക് നിന്റെ ജനാല അടയ്ക്കാനായിട്ട് 3 കല്ലുകളും കുറച്ച് മണലും വേണം. തുടർന്ന് വിശുദ്ധൻ പറഞ്ഞു, നമ്മൾ ലജ്ജിക്കേണ്ടതും ദൈവത്തെ ഭയപ്പെടേണ്ടതുമാണ്. അവൻ മനുഷ്യരുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നു. കാരണം അവൻ ലോകത്തെ മുഴുവൻ വിധിക്കും. എല്ലാവർക്കും അവന്റെ പ്രവർത്തികൾക്ക് അനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യും. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ദൈവ കൃപയാൽ അവന്റെ ആത്മനിറവുള്ള വാക്കുകൾ ആ വേശ്യയെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. രക്ഷയുടെ പാതയിലേക്ക് തന്നെ നയിക്കാൻ അവൾ അവനോട് അപേക്ഷിച്ചു. വിശുദ്ധ എഫ്രൈമേ, എന്നെ ദൈവത്തിന്റെ ജ്ഞാനം പഠിപ്പിക്കണമെന്ന് അവൾ അപേക്ഷിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിച്ച അവൾ ഒരു കോൺവെന്റില് പ്രവേശിച്ച് ദൈവിക ജീവിതം നയിക്കാനായിട്ട് ഇവിടെ വന്നു. ഒരു സന്യാസിനിയായി തീർന്നു. എഡേസയിൽ താമസിച്ച ഈ കാലത്ത് ഒരു വിശുദ്ധൻ അദ്ദേഹത്തോട് മരുഭൂമിയിലേക്ക് പോകാനായിട്ട് ഉപദേശിച്ചു. അങ്ങനെ അടുത്തുള്ള എഡേസ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ അദ്ദേഹം താമസമാക്കി പ്രാർത്ഥനയിൽ മുഴുകി. അവിടെ അദ്ദേഹം പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വിശുദ്ധ തിരുവെഴുത്ത് പഠനത്തിനുമായിട്ട് തന്നെ സ്വയം സമർപ്പിച്ചു. വിശുദ്ധന്റെ നിസ്സംഗതയെ വ്യക്തമാക്കുന്ന ഒരു സംഭവം അക്കാലത്ത് ഉണ്ടായി. ഒരിക്കലും ഒരു വളരെ നീണ്ട ഒരു ഉപവാസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യൻ ആ ഉപവാസം മാറ്റുന്നതിനായിട്ട് ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഭക്ഷണപാത്രം വീണ് പൊട്ടിപ്പോയി. സഹോദരന്റെ നാണക്കേടും അപ്പോൾ ആ പരിഭ്രാന്തിയും എല്ലാം കണ്ട് വിശുദ്ധൻ വളരെ ലളിതമായിട്ട്, സാരമില്ല മോനെ, ഭക്ഷണം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ഭക്ഷണപാത്രത്തിലേക്ക് പോകാം
എന്ന് എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞ ആ പൊട്ടിയ പാത്രത്തിന്റെ അരികിൽ ചെന്ന് നിലത്തിരുന്ന് ആ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉപവാസം മൂലം ഭക്ഷണത്തോട് അഭിനിവേശമുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം വിനയത്തോടെയാണ് അവിടെ പ്രതികരിച്ചത്. സന്യാസ ജീവിതം സ്വീകരിച്ച സമയം മുതലേ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തിന് കോപം പ്രകടിപ്പിക്കാതിരിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. ഏതൊരു മനുഷ്യന്റെ കാര്യത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടാകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. വിശുദ്ധ എഫ്രൈമിന് ഒരിക്കൽ മഹാനായ വിശുദ്ധ ബേസിലിനെ കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ ലഭിച്ചു. ഒരു ദർശനത്തിൽ സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു അഗ്നിസ്തംഭം അദ്ദേഹം കണ്ടു. ഒരു ശബ്ദം അദ്ദേഹം കേട്ടു, എഫ്രൈമേ എഫ്രൈമേ, ഈ അഗ്നിസ്തംഭം നിങ്ങൾ കാണുന്നത് പോലെ ബേസിലും അങ്ങനെ തന്നെ. ഇത് മൂലം സഭയുടെ ഈ മഹാനായ ഈ ഗുരുവിനെ കാണാനുള്ള അതുല്യമായ ഒരു ആഗ്രഹം വിശുദ്ധ എഫ്രൈമിലും ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ഒരു വ്യാഖ്യാതാവിനെ കൂട്ടി, അദ്ദേഹത്തിന് ഗ്രീക്ക് ഭാഷ സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു വ്യാഖ്യാതാവിനെ കൂട്ടിയാണ് അങ്ങോട്ട് പോയത്. അദ്ദേഹം കപ്പഡോഷ്യയിലേക്ക് ഐശ്വര്യയിലേക്ക് യാത്ര ചെയ്തു. അവിടെ ഹൃദ്യമായ ആവേശത്തോടും ആദരവോടും മോർ ബേസിൽ എഫ്രൈമിനെ സ്വാഗതം ചെയ്തു പറഞ്ഞു, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടത് സത്യമാണല്ലോ. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. രാജാവായ ദാവീദ് സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എഫ്രൈം എന്റെ തലയുടെ ശക്തിയാണ്. അത് സങ്കീർത്തനങ്ങൾ 59:9 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രവചന വാക്കുകള് യഥാർത്ഥത്തിൽ നിന്നെ കുറിച്ച് തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കാരണം നീ പലരെയും സദ്ഗുണത്തിന്റെ പാതയിലേക്ക് നയിച്ചു, അതിൽ അവരെ ശക്തിപ്പെടുത്തി. നിന്റെ സൗമ്യതയും ഹൃദയത്തിന്റെ നിസ്സംഗതയും എല്ലാവർക്കും ഒരു വെളിച്ചം പോലെ പ്രകാശിക്കുന്നു. അത് എത്ര മനോഹരമാണ്. എന്നിട്ട് മഹാനായ ബേസിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ആദരണീയായ പിതാവേ, അങ്ങേക്ക് യോജിച്ചതുപോലെ പൗരോഹിത്യത്തിന്റെ ആ പദവിയിലേക്കുള്ള പ്രതിഷ്ഠ അങ്ങ് സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് അങ്ങനെ സ്വീകരിക്കാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് എഫ്രൈം വ്യാഖ്യാതാവിലൂടെ നൽകിയ മറുപടി, കാരണം ഞാനൊരു പാപിയാണ്. തന്റെ ചെറുപ്പകാലത്തിലുള്ള ജീവിതം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. അദ്ദേഹം അത് പറഞ്ഞു, എന്റെ കർത്താവെ, ഞാൻ അതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ വിശുദ്ധ ബേസിൽ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിലത്ത് സാഷ്ടാംഗം വീണ് ദൈവത്തോട് പ്രണമിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ അവർ നിലത്ത് കുമ്പിട്ടപ്പോൾ വിശുദ്ധ ബേസിൽ വിശുദ്ധ എഫ്രൈമിന്റെ തലയിൽ കൈവച്ച് സമർപ്പണ പ്രാർത്ഥന ചൊല്ലി. അങ്ങനെയാണ് വിശുദ്ധ എഫ്രൈമിനെ ഡീക്കനാക്കുകയും ഡയക്കനേറ്റായി നിയമിക്കുകയും ചെയ്തത്. CBCയിലെ പുതുതായിട്ട് സ്ഥാപിതമായ സ്കൂളിൽ അങ്ങനെ അധ്യാപകനായി നിയമിക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സായിരുന്നു. സന്യാസ ജീവിതത്തിൽ തുടരുക എന്നതായിരുന്നു വിശുദ്ധന്റെ ആഗ്രഹം. എന്നാൽ ഒരു പ്രസംഗകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവ് ഒരു കുറ്റിക്കടയിൽ മറച്ചുവെക്കാൻ ദൈവമായ കർത്താവ് ഇടവരുത്തിയില്ല, അനുവദിച്ചില്ല. ഒരു ദൂതൻ വെളിപ്പെടുത്തിയതുപോലെ കർത്താവിന്റെ ഇഷ്ടത്തിന് അനുസരണമായി തന്നെ വിശുദ്ധ എഫ്രൈം സ്വപ്ന ദർശനത്തില് ആ കണ്ട ഒരു ഇത് അനർത്ഥമാക്കുന്ന വിധത്തിൽ തന്നെ എഫ്രൈം അവിടുന്ന് എഡേസയിലേക്ക് മടങ്ങി. അവിടെ അദ്ദേഹം വീണ്ടും ആളുകളെ വിശ്വാസത്തില് പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. അവിടെ അദ്ദേഹം ഒരു കോളേജ് സ്ഥാപിച്ചു. പിന്നീട് സുറിയാനി സഭയിലെ പ്രശസ്തരായ നിരവധി അധ്യാപകരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി. നിരവധി റോമൻ പേർഷ്യൻ ഉപരോധങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം CBCയിലെ സമൂഹത്തെ ശ്രദ്ധാപൂർവം സേവിച്ചു. കുരിശുദ്ധക്കാരുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്തായിരുന്നു. അതിൽ ക്രൂരമായ പേർഷ്യൻ പീഡനത്തിലും നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞു. ബെയ്റ്റ് 9 സമൂഹത്തിലെ അസീറിയൻ ജനത അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പോയി. മാർ അഫ്രൈമിനും നിസീബീസിൽ നിന്ന് തന്റെ ആട്ടിൻകൂട്ടത്തോടൊപ്പം അവിടെ നിന്നും പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. ഒടുവിൽ എഡേസായില് പോയി താമസമാക്കി. ഒരു സന്യാസിയായും സമർത്ഥനായ എഴുത്തുകാരനായി ജീവിച്ച അദ്ദേഹം തന്റെ കാലത്തെ വിരുദ്ധതയ്ക്കെതിരെ തന്റെ ദൈവശാസ്ത്രത്തെ പ്രഘോഷിച്ചുകൊണ്ട് അതിനെതിരെ പോരാടിയ ഒരു ശ്രേഷ്ഠ പിതാവായിരുന്നു അദ്ദേഹം. തന്റെ ജീവിതത്തിന്റെ ശേഷിച്ച വർഷങ്ങൾ അവിടെ ചെലവഴിച്ച വിശുദ്ധ എഫ്രൈം വാചാലനും ശക്തനുമായ അധ്യാപകൻ മാത്രമല്ല, ഒരു മികച്ച എഴുത്തുകാരനുമായിരുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലായിരുന്നെങ്കിലും തത്വചിന്തയിലെ ഏറ്റവും നിഗൂഢമായ പ്രശ്നങ്ങൾ അദ്ദേഹം എളുപ്പത്തിൽ മനസ്സിലാക്കി. മോശയുടെ പഴയ നിയമ പുസ്തകത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങള് ഏറെ പ്രശസ്തമാണ്. അക്കാലത്ത് ഏറ്റവും പണ്ഡിതരായ പലരെയും അത് ഏറെ ആകർഷിച്ചു. നിസയിൽ വിശുദ്ധ ഗ്രിഗറി എഴുതുന്നത് പോലെ, വിശുദ്ധ എഫ്രൈമിനെ കുറിച്ച് എഴുതുന്നത് പോലെ വിശുദ്ധ വിനയത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രഭാഷണം വായിച്ചിട്ട് അഭിമാനിക്കുന്നത് ആരാണ് ഏറ്റവും എളിമയുള്ളവരാകാത്തത്? ദാനധർമ്മത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം വായിച്ചിട്ട് ആരാണ് ദിവ്യാജ്ഞയാൽ സ്വാധീനിക്കപ്പെടാത്തത്?
കന്യാത്വത്വത്തെക്കുറിച്ച് അദ്ദേഹം നൽകിയ സ്തുതിഗീതങ്ങൾ വായിച്ചിട്ട് ഹൃദയത്തിലും ആത്മാവിലും പവിത്രത പുലർത്തി നിർമ്മലരാകാൻ ആഗ്രഹിക്കാത്തത് ആരാണ്? അവസാന ന്യായവിധിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടിട്ട് ആരാണ് ദൈവരാജ്യത്തെ കുറിച്ച് ഭയപ്പെടാത്തതായിട്ട് ഉള്ളത്? അതിൽ കൂടുതലായൊന്നും വിശുദ്ധ എഫ്രൈമിനെ കുറിച്ച് ചേർക്കാനായിട്ട് കഴിയുകയില്ല. അത്ര ശ്രേഷ്ഠമാണ് അത്. പൗരസ്ത്യ സഭകളിൽ ഏറ്റവും എല്ലായിടത്തും അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ എഫ്രൈം ബഹുമാനിക്കപ്പെടുന്നു. ദൈവം അദ്ദേഹത്തിന് സമർത്ഥമായി നൽകിയ ദാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും വിശുദ്ധ എഫ്രൈം വളരെ വിനീതനായി തുടർന്നു. ബിഷപ്പാകാതിരിക്കാനും ആ സ്ഥാനത്ത് നിലനിൽക്കുന്ന മഹത്വം ഒഴിവാക്കാനും അദ്ദേഹം ഏറെ ശ്രമിച്ചു. സംശയമില്ല, അദ്ദേഹത്തിന്റെ യൗവനത്തിലെ പാപങ്ങളുടെ ഓർമ്മയും ആ ഓർമ്മയെ തുടർന്നുണ്ടായ പശ്ചാത്താപ മനോഭാവവും അദ്ദേഹത്തെ ഏറെ വിനയമുള്ളവനാക്കി. ആ വിനയം മരണത്തോളം കാത്തു സൂക്ഷിക്കുവാനായിട്ട് വിശുദ്ധ എഫ്രൈമിന് സാധിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് നിരന്തരം അനുതാപത്തിന്റെ കണ്ണുനീരൊഴുകിയപ്പോൾ എഫ്രൈമിന്റെ മുഖം പ്രകാശപൂരിതവും സന്തോഷത്താൽ തിളങ്ങുന്നതുമായി. വിശുദ്ധ ഗ്രിഗറി എഴുതുന്നത് പോലെ എഫ്രൈം അനുതാപത്തെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് അവൻ നമ്മുടെ ചിന്തയെ ദൈവിക നന്മയിലേക്ക് ഉയർത്തുകയും അത്യുന്നതന് നന്ദിയും സ്തുതിയും പകരുകയും ചെയ്യുന്നു. അത്രയേറെ മഹത്തരമാണ്, അത്രയേറെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്ന് ചെല്ലുന്ന ആ ഒരു നൈർമല്യ സ്നേഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു എഴുത്തുകളാണ് എഫ്രൈമിൽ നിന്ന് ഉണ്ടായത്. AD 371 ജനുവരി 28 ഒരു ചെറിയ രോഗത്തിന് ശേഷം 67 വയസ്സുള്ളപ്പോൾ വിശുദ്ധ എഫ്രൈം തന്റെ ജോലിയിൽ നിന്ന് വിശ്രമിക്കുകയും സ്വർഗീയ വാസസ്ഥലത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. സഭയുടെ മറ്റൊരു മഹത്വമുള്ള ഡോക്ടറായ വിശുദ്ധ അത്തനേഷ്യസിന്റെ മരണത്തിന്റെ അതേ വർഷത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചത്. നിസായിലെ വിശുദ്ധ ഗ്രിഗറി അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എഴുതി. നമ്മുടെ സഭ, യാക്കോബായ സഭ, അദ്ദേഹത്തെ വലിയ നോമ്പിന്റെ ആദ്യ ശനിയാഴ്ച ഓർമ്മിക്കുന്നു. ഈ സമയത്ത് അദ്ദേഹത്തെ കൂടുതലായി പ്രത്യേകമായി ഓർമ്മിക്കുന്നത് അദ്ദേഹം രചിച്ച പ്രസിദ്ധമായ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ്. ഓ എന്റെ ജീവന്റെ കർത്താവും ദൈവവുമേ എന്ന് ദൈനംദിന നോമ്പുകാല പ്രാർത്ഥനകളിൽ ആവർത്തിച്ച് ചൊല്ലുന്നു. ഈ നോമ്പുകാലത്തിലുടനീളം സുറിയാനി ഓർത്തഡോക്സ് വിശ്വാസികൾ അവരുടെ രാവിലെയും വൈകുന്നേരവും ഉള്ള പ്രാർത്ഥനകളിൽ മോർ എഫ്രൈം പിതാവിനെ ആ പ്രാർത്ഥനകളിലൂടെ തന്നെ പിതാവിന്റെ പ്രാർത്ഥനകളിൽ കൂടെ തന്നെ ആയിരിക്കുന്നു. സഭാപിതാവായ ഈ വാഗ്മിയുടെ പഠിപ്പിക്കലിനെ ഈ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ എഫ്രൈം എഴുതിയ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും സ്വീകരിക്കുക, അതിനെക്കുറിച്ച് ധ്യാനിക്കുക. അത് തീർച്ചയായിട്ടും ഏതെങ്കിലും വിധത്തില് നമ്മോട് സംസാരിക്കും. വാസ്തവത്തില് അത് നമുക്ക് ഒരു മുന്നറിയിപ്പ് പോലെയാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ ധ്യാനത്തില് ആയിരിക്കാനും ആ ദിവസം കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ പരാജയങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ആദ്യം അവയെ തിരിച്ചറിഞ്ഞ് പിന്നെ താഴ്മയോടും പശ്ചാത്താപത്തോടും കൂടെ അവയെ നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നുകൊണ്ട് ആ ആത്മീയമായിട്ട് നമ്മുടെ ജാഗ്രത നിലനിർത്തുവാൻ നമുക്കെല്ലാവർക്കും ഈ സമർത്ഥമായ പ്രതിഫലദായകമായ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ആത്മീയമായി അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ ബലഹീനതകളെയും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന പലവിധമായ തെറ്റുകളെയും എങ്ങനെ മറികടക്കാമെന്ന് സ്വയം ചോദിക്കണം. വലിയ നോമ്പിന്റെ ആത്മാവിന്റെ ഏറ്റവും സംഗ്രഹമായ മാർ അപ്രേമിന്റെ പ്രാർത്ഥനകള് വലിയ നോമ്പുകാലത്ത് ഏറെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മെ സഭയെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്. അലസത, നിരാശ, അധികാര മോഹം, അലസമായ സംസാരം, അതുപോലെ തന്നെ പവിത്രത, വിനയം, ക്ഷമ, അയൽക്കാരോടുള്ള സ്നേഹം, അങ്ങനെ നോമ്പുകാല പ്രാർത്ഥന ശ്രേഷ്ഠമാക്കുവാൻ ഇത് നമ്മെ സഹായിക്കും. മാർ എഫ്രൈമിന്റെ ബഹുത അല്ലെങ്കിൽ അപേക്ഷകള് സാധാരണയായി നമ്മുടെ കാനൂനിക പ്രാർത്ഥനകളില് എല്ലാം തന്നെ നമുക്ക് കൂദാശകളിലും അത് ഏറെ ഉപയോഗിക്കുന്നു. മാർ എഫ്രൈമിന്റെ ബഹുസ കർത്താവേ നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ, അതിനായിട്ട് എല്ലാ ഞങ്ങളുടെ അവയവങ്ങളെയും അവിടുന്ന് ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. നിന്റെ നിധിയിൽ നിന്ന് വിശാലമായ കരുണ, അനുഗ്രഹം, മോചനം എന്നിവ ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ എഫ്രൈം ഏകദേശം 3 ലക്ഷത്തോളം വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥനാശീലനും സാധാരണക്കാരുടെ ഭാഷയില് ദൈവവചനം വ്യാഖ്യാനിക്കാനായിട്ട് കഴിവുള്ളവനുമായിരുന്നു. ആ ഒരു ദശാബ്ദത്തില് ഇടയസായില് സഭയ്ക്കെതിരെ ഉണ്ടായിരുന്ന ചിന്താരീതിയെ, എതിരായി വന്ന പാഷാണ്ഡതകളെ പൂർണ്ണമായിട്ട് ശരിയായ പാതയില് എത്തിക്കാനായിട്ട് അതിലേക്ക് മാറ്റിക്കൊണ്ടുവരാനായിട്ട് ഈ ശ്രേഷ്ഠ പിതാവിന് സാധിച്ചു. മാർ അപ്രേം പിതാവിന്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. ദൈവ നാമം മഹത്വപ്പെടട്ടെ. കൃപ ചെയ്യണമേ,
പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. നിന്ദയവും നിന്മോചനവും നിന്നറയിൽ നിന്നേകണമേ. എന്നുടയോനേ സന്നിധിയിൽ നിദ്ര തെളിഞ്ഞിന്നീ അടിയാർ കണ്ണുണറോടെ നിൽപ്പതിനായി ഉന്നതനേ നീ കൃപ ചെയ്യുക. നിന്നടിയാർ ഞാൻ നിദ്രയിലായെന്താകിലുമേ എന്റെ ഉറക്കം സന്നിധി